എടുക്കുമ്പോഴേക്കും കുട്ടികൾക്ക് വളരെയധികം മനപ്രയാസം, പരിഭ്രമം ഇങ്ങനെയൊക്കെയുള്ള രീതികളാണ് കാണാറുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ റിലാക്സ്ഡ് ആയിരിക്കണം കുട്ടികൾ പരീക്ഷയ്ക്ക് മുൻപ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഇതെനിക്കറിയാമോ, അത് അറിയാമോ, അതുപോലെ എഴുതാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ, ഉത്കണ്ഠകൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ. നമ്മൾ സാധാരണ ക്ലാസ് റൂമിലേക്ക് ഓടിക്കയറി ചെല്ലുന്ന പോലെ തന്നെ നമുക്ക് ചെല്ലാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. 20-ാം തീയതിയാണ് നമുക്ക് പരീക്ഷ എന്നുണ്ടെങ്കിൽ നമ്മൾ 10-ാം തീയതി ആകുമ്പോഴേക്കും ചാപ്റ്ററുകൾ മൊത്തം നല്ല ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനെല്ലാം ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഓരോ ചാപ്റ്ററും പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓരോ ചാപ്റ്ററും ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ടുകൾ എഴുതി വേറൊരു ബുക്കിൽ വയ്ക്കാവുന്നതാണ്. ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നുള്ളത് എഴുതി വയ്ക്കാം. ആ ഒരു ചെറിയ ഷോർട്ട് നോട്ട് നോക്കുമ്പോൾ തന്നെ അതിനകത്തിലെ മുഴുവൻ കാര്യങ്ങളും നമുക്കറിയാവുന്ന പോലെ വേണം എഴുതി വയ്ക്കാൻ. എന്നിട്ടിത് റിപ്പീറ്റ് ചെയ്യണം. അതായത് നമ്മളെവിടെയെങ്കിലും ചെന്നിരിക്കുകയാണെങ്കിലും ചില സമയങ്ങളിലും ഒക്കെ നമ്മളെന്താണ് കുറച്ച് മുമ്പേ പഠിച്ചത്, എന്താണ്, എനിക്കത് ഓർക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മെമ്മറിയിൽ ഒന്ന് പരതി നോക്കുക. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചെന്ന് ബുക്ക് നമുക്കൊന്ന് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറി പവർ കൂട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെയെല്ലാം കംപ്ലീറ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മളിത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ റെഡിയായി കുട്ടികൾ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 10 ദിവസമുണ്ട് നമുക്ക്. 8 ദിവസം നമ്മളെടുത്ത് ഇനി ഓരോന്നും ഒരു ദിവസം മൊത്തം ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ റിവിഷൻ എടുത്തു കഴിയുമ്പോഴേക്കും അടുത്ത ദിവസവും നമുക്ക് റിവിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ആയി കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഉത്സാഹവും ഉന്മേഷവും തോന്നി വരും. അപ്പോൾ നമ്മളിങ്ങനെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വളരെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് തോന്നി വരും. അങ്ങനെ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 11 മണിയൊക്കെ ആയിട്ടാണ് കുട്ടികൾ കിടക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആര് ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും നമ്മൾ അവിടെ കുത്തിയിരുന്ന് പഠിക്കുക. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഒന്ന് എണീറ്റൊന്ന് നടക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്ക് കണ്ണിന് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നല്ല പച്ചവെള്ളം തണുത്തത് കണ്ണിലേക്ക് 2 കണ്ണിലും ഒഴിക്കുക. എന്നിട്ട് കണ്ണ് തുടച്ചിട്ട് വന്ന് വീണ്ടും വായിക്കുക. അപ്പോൾ ഓരോ അരമണിക്കൂർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കണ്ണിനും ആയാസം കുറഞ്ഞു കിട്ടും. അങ്ങനെ പഠിച്ച് പഠനം ഒരു നല്ല രീതിയിൽ അങ്ങനെ ഒരു ക്രമമായിട്ട് അങ്ങനെ ഒരു രീതി നമ്മുടെ ചിട്ടയായിട്ട് തുടരുകയാണെന്നുണ്ടെങ്കിൽ അവൾ വളരെ വളരെ രസകരമായിരിക്കും. ആ രീതിയിൽ നമുക്ക് നല്ലൊരു പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടാൻ അത് പര്യാപ്തമാണ്. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നും നമ്മളൊന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പഠിക്കുന്ന സമയങ്ങളിൽ വളരെ കോൺസെൻട്രേഷൻ അതിനകത്ത് ചെലുത്തിയിരിക്കണം. അതായത് ചിലർ പറയാറുണ്ട്, ഈ മലയിടിഞ്ഞ് വീണാൽ പോലും പഠിക്കുന്ന കുട്ടി അറിയരുത്. അതായത് അവൻ അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുടനെയൊക്കെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ആ സമയം കൂടി നമ്മൾ 11 മണി വരെയാണ് തീരുമാനിച്ചേക്കുന്നതെങ്കിൽ 10 മിനിറ്റും കൂടി കൂടുതലെടുത്ത് മേക്കപ്പ് ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ ഒരു സമയ ക്ലിപ്തത ഇതിനകത്ത് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ്റെ യാതൊരു അവകാശവുമില്ല. പിന്നെ എഴുതിയത് നമുക്ക് പകർത്താൻ പറ്റുന്നുണ്ട്. കാരണം എല്ലാം എഴുത്ത് പരീക്ഷയാണല്ലോ. അപ്പോൾ എഴുതാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ളത് നോക്കുക. പിന്നെ ഓരോ പാഠം വളരെ കറക്റ്റായിട്ട് തന്നെ ഉള്ളിലാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. കാരണം അതും ഒരു രസമായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ അധ്യാപകർ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഒരു പുതിയ പാഠം എടുക്കുകയാണ്
എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് ഇങ്ങനെ വരും. ഓരോ വലത്ത് വെച്ച് ഇങ്ങനെ വരും. ഇപ്പോൾ വന്നിട്ട് ഈ പുതിയ പാഠമെന്നുണ്ടെ അതിലെ ഓരോ വേർഡ്സ് ഇങ്ങനെ ചോദിക്കും. അതറിയാമോ, ഇതറിയാമോ, അത് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ കൈവെക്കും. കാരണം ഈ പഠിപ്പിക്കാത്ത പാഠങ്ങളും കൂടെ പഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. കാരണം ഇതുപോലെ അവർക്ക് മുമ്പിൽ എനിക്കൊരു പ്രത്യേകത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം ഞാനത് പഠിപ്പിക്കാത്ത പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് ചില പ്രാവശ്യങ്ങളിൽ ചെല്ലുന്നത്. അപ്പം അധ്യാപകർക്ക് അതൊരു പ്രത്യേകതയാണ്. അപ്പം ട്യൂഷൻ, എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ ഉണ്ട്. അപ്പം ഞാൻ പറയാം എനിക്ക് ട്യൂഷൻ വേണ്ട, കാരണം അങ്ങനെ ഒരു പ്രത്യേകത കിട്ടുന്നെങ്കിൽ അത് നല്ലതല്ലേ. അപ്പം എല്ലാവർക്കും ട്യൂഷൻ ഉണ്ട്, എനിക്ക് ട്യൂഷൻ ഇല്ല, ട്യൂഷൻ ഞാൻ പോകുന്നില്ല. അങ്ങനെ ചലഞ്ച് ചെയ്തുള്ള ഒരു പഠന രീതി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാകാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ വളരെ മെനക്കെട്ടിരുന്ന് ചില ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിങ് കണ്ടിട്ടില്ലേ, വളരെ ഈ അച്ചടിച്ച അക്ഷരം പോലെ ആയിരിക്കും. അപ്പോൾ അത് മെനക്കെട്ടിരുന്ന് ഞാനത് സ്വായത്തമാക്കി. കുറേ ദിവസത്തെ മെനക്കേടായിരുന്നു. അതിൻ്റെ കഷ്ടപ്പാട് എനിക്കേ അറിയുള്ളൂ. അതേപോലെ തന്നെ ഒരു നല്ലൊരു ഹാൻഡ് റൈറ്റിങ് ഒപ്പിച്ചെടുത്തു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. അപ്പം അധ്യാപകർ പറഞ്ഞു ഇത് രാത്രിയിൽ പോലും കാണാവുന്ന ഒരു കയ്യെഴുത്താണിത് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ അങ്ങനെ 2-3 തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ പരീക്ഷയ്ക്കും ഇതുപോലെയാണ് ഞാനും ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ചാപ്റ്ററുകൾ പഠിച്ചു വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തെ ഇടവേള കൊടുക്കും. അത് ആ സമയത്ത് ഇതെല്ലാം കൂടെ റിവിഷൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്യുന്ന സമയത്ത് വെറുതെ നടക്കുന്നതായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഈ സമയത്തും എൻ്റെ മനസ്സിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇങ്ങനെ ഈ സിനിമയിലെ കൂട്ട് ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അന്നും ആരും അറിയത്തില്ല, അതിൻ്റെ കഷ്ടപ്പാടും ആരും അറിയത്തില്ല. പക്ഷേ നമുക്ക് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത് ചെന്ന് കഴിഞ്ഞാൽ, പരീക്ഷ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരെന്തോ പേടിക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതും. അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു രീതി രൂപീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ക്ലാസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് അഡീഷണൽ ഷീറ്റ് മേടിക്കാം. അങ്ങനെ മേടിച്ചും പരീക്ഷ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട്. അപ്പം അടുത്തിരിക്കുന്നവരൊക്കെ വളരെയധികം അത്ഭുതത്തോടെ നോക്കും. അപ്പോൾ അതൊരു പ്രത്യേകത, പറഞ്ഞ പോലൊരു പ്രത്യേകതയാണത്. കാരണം നമ്മൾ കൂടുതൽ എഴുതുന്നു. കാരണം കൂടുതൽ എഴുതാനുണ്ടായിരുന്നു അന്നൊക്കെ. എസ് എ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1.5 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 പേജാണ് എസ് എ എഴുതേണ്ടത്. എസ് എ 1.5 പേജ് എന്ന് പറയുമ്പോൾ ചിലപ്പം പഠിച്ചു വെച്ചേക്കുന്ന ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 അല്ല ചിലപ്പോൾ 2.5 വരെ ആവും. അപ്പോൾ അധ്യാപകർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും എഴുതാറുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ്, ഒന്നും ലോഭമില്ലാതെ അങ്ങ് എഴുതുക എന്നുള്ളതാണ് ഇതിനകത്തിലൊരു മികച്ച. കാരണം നമുക്ക് അറിവുണ്ടെന്ന് അവരറിയണം, എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ കടിച്ചു പിടിച്ച് 2 വരി എഴുതിയാൽ ശരിയാകത്തില്ല. നമ്മളൊരു ഷോർട്ട് നോട്ട് 6 മാർക്കിൻ്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 1/2 പേജ് 3/4 പേജ് അത് എഴുതിയിരിക്കാം. അപ്പോൾ അതിനുള്ള കണ്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞാൽ മതി. പിന്നെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ ഉള്ള ഒരാളാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ലൊരു രീതി കുട്ടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ പഠന രീതികളിലും പിന്നെ അതുപോലെ തന്നെ സമയം കളയാതെ ഇരിക്കുക. എന്ത് ചോദിച്ചാൽ എൻ്റർടൈൻമെൻറ്റ് വേണ്ട എന്നുള്ളതല്ല, ചെയ്യാം. അതുപോലെ തന്നെ ഒരു വൈഡ് റീഡിങ് എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. കൂടുതലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരുടെയൊക്കെ ഇപ്പോൾ എം ടി വാസുദേവൻ, വിലാസിനി, തകഴി, അങ്ങനെ BK അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ഈ ക്രിറ്റിസിസം വായിക്കുക. അതുപോലെ സഞ്ചാര കഥകൾ SK പൊറ്റക്കാടിൻ്റെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെനക്കെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിത്രയും 11 മണി വരെയാണ് കിടക്കാനുള്ള സമയം നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇതിൽ നിന്ന് നീക്കി വെച്ചിട്ട് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദിയാണ് ഏതാണെന്നുണ്ടെങ്കിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയും കൂടെ വായിക്കണം. എങ്കിലേ നമുക്ക് ഭാഷയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഭാഷാപരമായിട്ട് നമുക്കൊരു ഔന്നത്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറേ അധികം വൈഡ് റീഡിങ്, ഒരു എക്സ്ട്രാ റീഡിങ്, അഡീഷണൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതും നമ്മൾ കുറേ വായിച്ചിരിക്കണം. അതുപോലെ തന്നെ പത്രം വരുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തിലെ
എഡിറ്റോറിയൽ അവരെന്താണ് പറയുക, പ്രമുഖമായിട്ട് ആ പത്രത്തിൽ അവർ ദ്യോതിപ്പിക്കുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്തെ പേജിലുള്ള കാര്യങ്ങൾ, നടുക്കുള്ള വലിയ, അപ്പോൾ അത് മൊത്തം വായിച്ച് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് എഴുതിയിടാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡയറിയിലോ ഒക്കെ നമുക്ക് അത് എഴുതിയിടുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ വായനയെ നമ്മൾ ഇങ്ങനെ ഒന്ന് പരിപോഷിപ്പിക്കുകയും കൂടി വേണം. പിന്നെ നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തിലെ കുറേ വാചകങ്ങൾ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടും. ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് പഠനം അല്ലെങ്കിൽ വായന ഇത് മാത്രം പോരാ, അറിയാമല്ലോ, സ്പോർട്സ് അല്ലെങ്കിൽ കളികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗെയിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അതിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാത്തിനും സമയക്ലിപ്തത വരുത്തുക എന്നുള്ളതാണ് ഒരു മുഖ്യം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം. അങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കോമ്പറ്റീഷൻസ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ ഈ പഠിത്തത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. താങ്ക് യു.